ഇസ്രായേൽ ഇറാൻ സംഘർഷം ആരംഭിച്ചതോടെ ലോക സമ്പദ് രംഗവും പ്രതിസന്ധി നേരിടുകയാണ്. ക്രൂഡ് ഓയിൽ, സ്വർണ്ണവിലയിൽ കാര്യമായ വർധനവുണ്ടായി. ഇറാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 78 പേരാണ് ഇതുവരെ മരിച്ചത്. 400ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇസ്രയേൽ ഇറാൻ സംഘർഷം ആരംഭിച്ചത് എണ്ണവിലയിലും വ്യതിയാനങ്ങൾ സൃഷ്ടിച്ചു തുടങ്ങി. എണ്ണ ഉത്പാദക രാജ്യങ്ങൾക്ക് ഉത്പാദനം നിയന്ത്രിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്നാണ് സൂചന. ഇറാനെതിരെയാണ് ആക്രമണം നടന്നത് എന്നതുകൊണ്ട് തന്നെ ഇറാൻ പിന്തുണയ്ക്കുന്ന ഭീകരശക്തികൾ ചെങ്കടലിൽ ഉൾപ്പെടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. ഹൂതി ഭീകരർ ചെങ്കടലിൽ തിരിച്ചടി ആരംഭിച്ചാൽ എണ്ണ വിതരണത്തെ അത് പ്രതികൂലമായി ബാധിക്കും. ഇത് മുൻകൂട്ടി കണ്ടാണ് ഉത്പാദക രാജ്യങ്ങൾ ജാഗ്രത പുലർത്തുന്നത്. സ്വാഭാവികമായും എണ്ണവില വർദ്ധിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. സ്വർണ്ണവിലയിലും ഇന്ന് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഭീകര സംഘടനകൾ ആക്രമണം തുടരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്ന് ഇസ്രായേൽ ഇന്റലിജൻസ് വൃത്തങ്ങൾ സൂചനയും നൽകുന്നു. ഈ സാഹചര്യത്തിൽ എണ്ണവില ഇനിയും വർദ്ധിക്കാനുള്ള സാധ്യത ഒരു തരത്തിലും തള്ളിക്കളയാനാവില്ലെന്നാണ് റിപ്പോർട്ട്. ഇറാനിൽ നടന്ന ആക്രമണത്തിൽ 78 പേർ മരിക്കുകയും 400 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇസ്രായേലിന്റെ ചില ഭാഗങ്ങളിലേക്ക് ഇറാൻ ഡ്രോണുകൾ വർഷിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ആണവശേഖരം പൂർണ്ണമായും നിർവീര്യമാക്കുന്ന ആക്രമണം തുടരുമെന്ന് ഇസ്രായേലും അറിയിക്കുന്നു. സംഘർഷം ഇനിയും ദീർഘനാൾ നീളാനാണ് സാധ്യത. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.